സ്റ്റാർട്ട്. പുതിയൊരു പിന്നെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സനാലി വിശേഷം, സനാലിയുടെ വിശേഷം പറയും. പറഞ്ഞോ സനാലി വിശേഷം പറയൂ. എന്നാ പിന്നെ സാവി പറയും. ചുമ മാത്രമല്ലോ, വിശേഷമില്ല. ഇന്ന് ഞങ്ങൾ പാടത്താണ് ഈവനിങ് വ്ളോഗ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഞായറാഴ്ച എല്ലാം വെച്ചിട്ട് പുറത്തിറങ്ങിയതാ. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ പാടത്തെത്തിയപ്പോഴാണ് നമ്മൾ ആരെ കണ്ടത്? സാവിയോനെയും സനാലിയായെയും പാടത്ത്. അത് ആദ്യം എടുത്തു പോയില്ലടാ, എന്ത് ചെയ്യാ. ഇത് സാവിയോ, ഇത് സനാലിയ. ഇപ്പൊ ശരിയായില്ല അർണോസേ? പാടത്തിന്റെ ഭംഗി നോക്കൂ ഗൈസ്. അവിടെ നടക്കുന്ന പോത്തുകളെ കണ്ടോ ഗൈസ്? അതാണ് അജോ ചേട്ടന്റെ പോത്തുകൾ. അജോസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചാനലുണ്ട്. അതിൽ ഒരുപാട് പോത്തുകളെ കാണിക്കാറുണ്ട്. ആ പോത്തുകളാണ് ആ പാടത്ത് മെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മുടെ പാടത്തിന്റെ ഭംഗി നോക്കൂ ഗൈസ്. ഒഴുതിട്ടിരിക്കുന്ന പാടം നിറച്ച് കൊക്കുകളുണ്ട് ഗൈസ്, നിറച്ച് കൊക്കുകളുണ്ട്. അവിടെ പാടം ഉഴുണ്ട്, അപ്പം നിറച്ച് കൊക്കുകൾ വന്നിക്കാണ് ഗൈസ്. ഇതാണ് ഇവിടെ ഉള്ളൊരു കനാല്. ആ കനാല് വെള്ളത്തിൽ എന്താണ് പുല്ലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അടഞ്ഞിക്കാണ്. ആകാശം നോക്കൂ ഗൈസ്, ആകാശത്തെ ഭംഗി നോക്കൂ ഗൈസ്. ഇതാ കാണിക്കുന്നുണ്ട്. നോക്കൂ ഗൈസ് നമ്മുടെ ആകാശത്തിന്റെ ഭംഗി. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആരും, അത് കാരണം കാണിച്ചു കൊടുത്താൽ. നമ്മുടെ ആകാശം സൂപ്പറാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് ടൂർ പോയിട്ട് അവർ കാണിക്കുന്ന ആകാശം കാണിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ആകാശം അതിനെക്കാട്ടും ഭംഗിയാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കണ്ടേ, വല്ലപ്പോഴും ആകാശത്തേക്ക് നോക്കിയാലല്ലേ നമുക്ക് ആകാശത്തിന്റെ ഭംഗി അറിയുള്ളൂ. ഗൈസ് പറയോ ഗൈസ്, ആൻഡ്രോസ് ഇന്ന് പള്ളിയിലേക്ക് പോയിക്കാറുന്നു ഗൈസ്. ആൻഡ്രോസ് പാട്ട് പഠിക്കുന്നുണ്ട്. ഏത് പാട്ട് പഠിക്കണേ? എന്റെ നെഞ്ചില് നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടും ചങ്കാണ്, എന്റെ ചങ്കാണ്, ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, ചങ്കാണ്, എന്റെ പിച്ചല്ല വീഴും. സനാലിയ പാട്ട് പാടണ്ട? സനാലിയ ഒരു പാട്ട് പാടിക്കോ. മാലാകയുടെ പാട്ട് പഠിച്ചല്ല, ആ പാട്ട് പാടിക്കോ. അങ്ങോട്ട് വീഴണ്ട, ഇങ്ങോട്ട് നീ സാവ്യ വന്ന ഇങ്ങോട്ട് വന്ന സാവ്യ പാട്ട് പാടിയ ബാ. ആ പാട്ട് നീ പഠിച്ചാ? മാലാകെ എന്തിനു വന്നു നീ? സനാലിയ പാടിയ പാട്, സനാലിയ പാട്, പാട് സനാലിയ. സാവ്യ കഥ പറയോ? നീ കഥ പറയോ? ഏതാ കഥ? വലിയ കഥ പറഞ്ഞ നോക്കട്ടെ. സാവ്യ പറയാ എന്നാ ആദ്യം. അതിനെ പിടിച്ചോട്ടാ. മലയാളം. ആ പറയും സാവ്യ. സാവ്യ പറയടാ, കഥ പറയേ. അവിടെ നിൽക്കട്ടാ, കുട്ടി അങ്ങോട്ട് പോണ്ട. കഥ പറഞ്ഞു. തുമ്പി വന്നു ഗൈസ്. അവനെ പിടിക്ക, അവനെ പിടിക്ക്. നീ ഇവിടെ വന്നിരുന്ന ടെൻഷനോ? വേണ്ട വേണ്ട, തുമ്പിയുടെ പിന്നാലെയാണ് ഗൈസ്. തുമ്പി വന്നു, അതിനെ പിടിക്കരുത്. തുമ്പിനെ പിടിക്കുക. നന്നെ പിടിക്കണ്ട പോലെ തന്നെ തുമ്പിനെ പിടിക്കണം. തുമ്പിനെ പിടിക്കണ്ട പൊന്നോ, തുമ്പിനെ പിടിക്കണ്ട. ആ അല്ല, കഥ പറയുന്ന ടീംസ് അവിടെ. നമ്മള് തുമ്പിയുടെ പിന്നാലെ പോയി. കഥ പറയുന്ന ടീംസ് വരൂ. സനാലിയ വാ, സനാലിയ കഥ പറയാ. ആ തുമ്പിയുടെ പിന്നാലെയാണ് ഗൈസ്. എല്ലാവരും തുമ്പിയുടെ പിന്നാലെയാണ്. തുമ്പിയാണ് ക്യാമറയുടെ മുമ്പിലും.
തുമ്പിക്ക് മനസ്സിലായി വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പാണ്ടമ്പൂച്ചയുടെ പാണ്ടമ്പൂച്ചയുടെ കഥ എന്നാ നീ പറഞ്ഞ നിന്റെ പാണ്ടമ്പൂച്ചയുടെ കഥ. ആ പറയ് പൊന്നോ. മലയാള ഇംഗ്ലീഷ് തെലുങ്ക്. പാണ്ടമ്പൂച്ചയുടെ കഥ മലയാളമാണ് ഇംഗ്ലീഷാണോ? മലയാളം. പാണ്ടമ്പൂച്ചയുടെ കഥ മലയാളമാണോ ഇംഗ്ലീഷാണോ? പാണ്ടമ്പൂച്ചയുടെ കഥ ആരംഭിക്കുകയാണ്. ആ പറഞ്ഞോ പറ പൊന്നോ. പറയണില്ലേ? എന്താ പറയാത്ത? ടിവിയില് കാണാം. ടിവിയില് കാണാം. അന്ന് വന്ന് പറയും. വേഗം വാ. അവിടെ നിന്ന് പറഞ്ഞോ. 1 2 3 സ്റ്റാർട്ട്. അത് ഓർക്ക പറയ്. ആ ഇത് നമസ്കാരം പപ്പോടെ പറയണ. ആ പറഞ്ഞോ. ആ ഇഷ്ടാണ്. കുഞ്ഞിത്തത്തയും പാണ്ടമ്പൂച്ചയും അല്ലേ? ആ പറഞ്ഞോ. മുറ്റത്തെ മാവിൻ കുമ്പിലാണ് കുഞ്ഞിത്തത്തയുടെ താമസം. ചുവന്ന പച്ചയുടുപ്പ കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. അവൾ മരക്കം തത്തി തത്തി കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം, ചിറകുകൾ പൂർണ്ണമായി വളർന്നിട്ടില്ലല്ലോ. വെളുത്താൽ കുഞ്ഞിത്തത്തയെ തനിച്ചാക്കി അമ്മത്തത്ത ഈര തേടി പോകും. പിന്നെ വൈകുന്നേരമാണ് വരിക. പോവാൻ നേരം അമ്മത്തത്ത കുഞ്ഞിത്തത്തെ ഓർമ്മിപ്പിക്കുമ്പോളെ ദൂരേക്കൊന്നും പോകരുത്, ചുറ്റും ശത്രുക്കളാണ്, ഞാൻ വരുന്നത് വരെ ഈ കൂട്ടിൽ തന്നെ ഇരുന്നോളെ. അത് കേട്ട് കുഞ്ഞിത്തത്ത തലയാണ്. അമ്മത്തത്ത പോയ തക്കം നോക്കി കുഞ്ഞിത്തത്ത മെല്ലെ തായോട്ടണം. വലിയ കനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു പാണ്ടമ്പൂച്ച ഇരിപ്പുണ്ടായി. കുറേ നാളായി പാണ്ടമ്പൂച്ച കുഞ്ഞിത്തത്തയെ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞിത്തത്ത എന്തോന്ന് വലുതറിയണം. മുറ്റത്തെ അരിമണികൾ കുത്തിട്ട് അവിടെ അങ്ങനെ നടക്കി. പെട്ടെന്ന് പാണ്ടമ്പൂച്ച കുഞ്ഞിത്തത്ത വീണ് ചാടി പെടുച്ചു. അമ്മ പെട്ടെന്ന് ദൂരെ നിന്നാണ് പറന്നു വന്ന അമ്മത്തത്ത പാണ്ടന്റെ തലയിൽ ആഞ്ഞഴി കൊത്തുകൊടുത്തു. വേദന കൊണ്ട് പുളഞ്ഞ പാണ്ട എവിടെയോ ദൂരെ പോയി ഒളിച്ചു. അമ്മത്തത്ത കുഞ്ഞിത്തത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അമ്മത്തത്ത കുഞ്ഞിത്തത്തെ സമാധാനിപ്പിച്ചു. മോളെ സാരല്ല, മോളെ സാരല്ല. പിന്നെ നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം. ഇതില് മറ്റേ പാടല്ലേ? ഇതില് മോറല് ഗുണപാഠം ഗുണപാഠല്ലേ പിന്നെ? എന്നാ പറയൂ, പപ്പ പറയൂ ഗുണപാഠം. പപ്പ പറയൂ ഗൈസ്. എന്നിട്ടാ ആ ഗുണപാഠം എന്നിട്ടാ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ കേക്കണം. അതായിരിക്കും ഗുണപാഠം. ഓ യോ ഗൈസ്, യോ അതാ കൊക്ക് പറന്നു പോകുന്ന ഗൈസ്. കാക്കയായിരിക്കും. കൊളക്കോഴിയാണ് ഗൈസ്. ഒരു കൊളക്കോഴി മുകളിലേക്ക് നോക്കിക്കുന്നു. അടുത്തോടെ പുല്ല് പറിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ ഗൈസ്, പുല്ല് പറിച്ച് കളിക്കാണ് ഗൈസ്. ഇന്നാണ് പുല്ല് പറിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് വീട്ടുമുറ്റം. ഓ അർണോസിന്റെ വെറൈറ്റി ആവുമ്പോ വെറൈറ്റി സാധനല്ലേ. ഇങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അർണോസ്. ആ സനാലി വെറൈറ്റിയിലേക്ക് വന്നിരിക്കുന്നു ഗൈസ്. വാ 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 നെല്ല് പോലെ തോന്നിക്കെങ്കിലും നല്ലല്ല ഗൈസ്.
അങ്ങനെ ഞങ്ങൾ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ മനോഹരമായ പാടത്തിൽ ഞങ്ങളുടെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ പറഞ്ഞ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.